ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫ് കൊലപാതക കേസുണ്ടല്ലോ, ഈ കേസിൽ 4 പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. വാനിൽ കയറ്റിയ ശേഷം ആഷിഖും മുഹമ്മദ് അസ്ലവും ചേർന്നാണ് ബിജുവിനെ മർദ്ദിച്ചത്. മുഖ്യപ്രതി ജോമോനാണ് വാൻ ഓടിച്ചിരുന്നത്. ബിജുവിനെ കാറിൽ കയറ്റിയ ശേഷം ബിജു സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ചത് 4-ാം പ്രതി ജോമിൻ കുര്യൻ. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഈ ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് അന്ന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ 3 പ്രതികളുണ്ട്. ആ 3 പ്രതികളെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വിടുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ പ്രതികൾ നടത്തിയിരുന്നു. ജോമോനാണ് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച മാരുതി ഒമിനി വാൻ ഓടിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിലേക്ക് പിടിച്ചിട്ടതിന് ശേഷം ജോമിൻ എന്ന് പറയുന്ന 4-ാം പ്രതി ബിജുവിന്റെ സ്കൂട്ടറുമായി മുന്നേ പോയി. അതിനുശേഷം ആണ് ഈ ഒമിനി വാനുമായി ഈ 3-അംഗ സംഘം കലയന്താനിയിലേക്ക് തിരിക്കുന്നത്. ഈ കേസിലെ 2-ാം പ്രതിയായിട്ടുള്ള ആഷിഖ് ജോൺസണും അതോടൊപ്പം തന്നെ മുഹമ്മദ് അസ്ലമും ചേർന്നാണ് ഈ ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പ്രതികളെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയല്ലേ ജയ്? 4 ദിവസത്തേക്കല്ലേ അവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്? മോത്തി 5 ദിവസത്തേക്കാണ് അവർ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസിന് അവരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 വീണ്ടും ഈ പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് ആരംഭിക്കും. പ്രധാനമായും കണ്ടെത്തേണ്ടത് അന്ന് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമിനി വാനാണ്. അതോടൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ച പാത അത് കൃത്യമായി ആ ഭാഗങ്ങളിലൊക്കെ പോയി തെളിവെടുപ്പ് നടത്തും. പ്രധാനമായും കണ്ടെത്തേണ്ടത് 2 വാഹനങ്ങളാണ്. ഒന്ന് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്, മറ്റൊന്ന് ബിജുവിന്റെ ഇരുചക്ര വാഹനം. ഈ വാഹനങ്ങൾ ഒന്ന് കലയന്താനിയിലും മറ്റൊന്ന് എറണാകുളത്തുമുണ്ട് എന്നുള്ളതാണ് സൂചന. ശരി, ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.